ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്നത്തെ നമ്മുടെ SCERT ക്ലാസ്സിൽ നമ്മൾ 6th സോഷ്യൽ സയൻസ് ആട്ടോ നോക്കുന്നത്. 6th സോഷ്യൽ സയൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്. 6th സോഷ്യൽ സയൻസിന്റെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിൽ ടോട്ടൽ 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിലെ 8ാമത്തെ ചാപ്റ്റർ ആയ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ന് നമുക്ക് ഭരണഘടനയ്ക്ക് ഒരു മുഖപുര എന്നുള്ള ഈ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. 9ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഭരണഘടനയ്ക്ക് ഒരു മുഖപുര. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ്, ഇവിടെ ഒരു കുട്ടികൾക്ക് ഒരു വർക്ക് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ സമൂഹത്തിന് അഭികാമ്യമായ പെരുമാറ്റം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഇമോജി വരച്ച് ചേർക്കുന്നതാണ് അല്ലെ. 1ാമത്തെ ചിത്രത്തിൽ എന്താണ്, ഒരു ബൈക്ക് യാത്രക്കാരൻ ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിക്കുകയാണ് അല്ലെ ബൈക്കിൽ. 2ാമത്തത് ഹെൽമെറ്റ് വെച്ചുകൊണ്ട്, ഈ ഹെൽമെറ്റിൽ എന്താണ്, ഇത് സമൂഹത്തിന് അഭികാമ്യമായിട്ടുള്ള പെരുമാറ്റം ഇതിൽ 2ാമത്താണ് അല്ലെ, ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത്. ഇനി അടുത്ത 3ാമത്തെ ചിത്രത്തിൽ എന്താണ്, ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് അല്ലെ. അതുപോലെ എന്താണ്, ഹോസ്പിറ്റലിലെ ആളുകൾ ക്യൂ നിൽക്കുന്നതാണ്. 2ാമതായിട്ട് എന്താണ്, ക്യൂ നിൽക്കാതെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ചിത്രമാണ്. ഇതിൽ എന്താണ്, ക്യൂ നിൽക്കുന്ന ചിത്രത്തിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. ഇതാണ് ഭരണഘടന. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്, അപ്പൊ നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അപ്പൊ ചില നിയമങ്ങളും ചട്ടങ്ങളും എന്താണ്, വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യമുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. ഇതാണ് ഭരണഘടന. ഓക്കെ, ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന. അപ്പൊ ഭരണഘടനയുടെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താണ്, ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന. ഇനി ഇവിടെ എന്താണ്, ഇവിടെ ഒരു സ്കൂളിലെ കുട്ടികൾ എന്താണ്, സാമൂഹ്യ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന അഭിഭാഷകയുമായി നടത്തിയ ഒരു അഭിമുഖമാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കുട്ടികൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടനാ കർത്താക്കൾ ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാണ്? നമ്മുടെ ഭരണഘടനാ കർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാണ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 3ാമത്തെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം എപ്രകാരമാണെന്ന് എഴുതി വെച്ചിട്ടുള്ളത് എവിടെയാണ്? എല്ലാറ്റിനും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഭരണഘടന. ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അതും ഭരണഘടനയിലാണ് അല്ലെ. ഈ അഭിമുഖത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആശയങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് കേട്ടോ. എന്തൊക്കെ ആശയങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താ കൊടുത്തിട്ടുള്ളത്? രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. രാജ്യത്തെ എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനമാണ്. ഇനി അടുത്തത് എന്താണ്, രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് പറയാം, മൗലികാവകാശങ്ങളില്ലേ, മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലേ ഇവിടെ. മൗലികാവകാശങ്ങൾ, പിന്നെന്താ പറയുന്നത്, മൗലിക കടമകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, പിന്നെ അതുപോലെ എന്താണ്, ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റി പറയുന്നുണ്ട് അല്ലെ.
അപ്പൊ എന്താണ് നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാണെന്നാണ് പറയുന്നത്? നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? പൗരരുടെ ചുമതലകൾ, അതാണ് മൗലിക കർത്തവ്യങ്ങൾ കേട്ടോ. പൗരരുടെ ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങൾ. പിന്നെന്താണ് മൗലികാവകാശം? നമ്മുടെ രാഷ്ട്രത്തിന്റെ സംവിധാനം എപ്രകാരമാണ് എഴുതി വെച്ചിട്ടുള്ളത്? അതുപോലെ എല്ലാത്തിനും അതുപോലെ ജനങ്ങളുടെ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ അല്ലെ. അപ്പം ഇന്ന് ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇനി ഭരണഘടനയുടെ മുൻഗാമികളാണ് കേട്ടോ. ഭരണഘടന എന്ന ആശയം രൂപപ്പെടുത്തുന്നതിന് ഇടയാക്കിയ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം എന്നാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഭരണഘടന എന്നൊരു ആശയം രൂപപ്പെടുത്തുന്നതിന് ഇടയാക്കിയ ചരിത്രമാണ് ഹമ്മൂറാബിയുടെ നിയമസംഹിത കേട്ടോ. ഒന്നാമതായിട്ട് ഹമ്മൂറാബിയുടെ നിയമസംഹിത. അപ്പൊ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മൂറാബിയുടെ നിയമസംഹിത. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു കാലഘട്ടം 1792 മുതൽ 1750 വരെയാണ്. 1792 മുതൽ 1750 വരെ BCE. ഓക്കെ. അപ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മൂറാബിയുടെ നിയമസംഹിത. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാനും ചോദ്യം ചെയ്യാനും ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നു. ഓക്കെ. അടുത്തെന്താണ്? മാഗ്നാകാർട്ട അല്ലെ. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്നാകാർട്ട. അപ്പൊ വർഷം 1215 കേട്ടോ. ഓക്കെ. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നായികക്കല്ലായി മാഗ്നാകാർട്ടയെ കണക്കാക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നായികക്കല്ലായി മാഗ്നാകാർട്ടയെ കണക്കാക്കുന്നു. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച്, ഇംഗ്ലണ്ടിലെ ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്നാകാർട്ട. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നായികക്കല്ലായി മാഗ്നാകാർട്ടയെ കണക്കാക്കുന്നു. ഓക്കെ. ഇനി അടുത്തത് മഹത്തായ വിപ്ലവമാണ് കേട്ടോ. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം. വർഷം 1688 ആണ് കേട്ടോ CE. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. അപ്പൊ മഹത്തായ വിപ്ലവത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതേത് നൂറ്റാണ്ടിലാണ്? 17ാം നൂറ്റാണ്ടിലാണ്. അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇത് CE 1688 മഹത്തായ വിപ്ലവം. 1688 ആണ് കേട്ടോ. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. ഓക്കെ. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഇനിയുള്ളത് കേട്ടോ. എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം? ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. തുടർന്ന് CE 1776 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കാൻ കേട്ടോ. ഇപ്പൊ കുറച്ച് മാത്രമാണ് ഇതിന് പറയുന്നത്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. തുടർന്ന് CE 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ലോകത്തിന്റെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് വഴിയൊരുക്കി. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടന ആണ് കേട്ടോ.
അപ്പൊ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടന രൂപീകരണത്തിന് കാരണമായത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനാണ്. 1776 13 കോളനികളാണ് ഈ ഒരു പ്രഖ്യാപനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു ഈ ഒരു 13 വടക്കേ അമേരിക്കൻ കോളനികൾ. ഇവരാണ് ഈ 1776 എന്താണ് ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. എന്തൊക്കെയായിരുന്നു? ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് വഴിയൊരുക്കി എന്നാണ് പറഞ്ഞിട്ടോ, കാരണമായി. ഇനി അടുത്തതാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 കേട്ടോ നടത്തിയ വിപ്ലവമാണിത്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് ഫ്രഞ്ച് വിപ്ലവത്തിലാണ്. ഫ്രഞ്ച് ജനതയാണ് കേട്ടോ 1789 നടത്തിയ വിപ്ലവമാണിത്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഏത് വിപ്ലവത്തിലൂടെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് മുകളിൽ പരാമർശിച്ചിട്ടുള്ള ചരിത്ര സംഭവങ്ങളിൽ നിന്നും ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഒരു ഏകീകൃത നിയമാവലി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനയുടെ രൂപീകരണത്തിന് ഇടയാക്കിയത്. ഇനി രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ് അല്ലെ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ് അല്ലെ. അമേരിക്കൻ ഭരണഘടന. ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഹമ്മൂറാബിയുടെ നിയമസംഹിത ആണ് അല്ലെ. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഹമ്മൂറാബിയുടെ നിയമസംഹിത. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെന്റിന്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തത് ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെന്റിന്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തത് മഹത്തായ വിപ്ലവത്തിലാണ് അല്ലെ. മഹത്തായ വിപ്ലവം. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നായികക്കല്ല് എന്ന് പറയുന്നത് ഏതായിരുന്നു? മാഗ്ന കാട്ടയാണ് അല്ലെ. മാഗ്ന കാട്ട 1215 അല്ലെ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളോട് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഭരണഘടനകൾ പലതരം. ഭരണഘടന ഓരോന്നിന് സ്വഭാവം, മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതിയാണ് കേട്ടോ. ഭരണഘടനയുടെ സ്വഭാവം ലിഖിതം, അലിഖിതം രണ്ട് വിധത്തിലുണ്ട്. ലിഖിതം, അലിഖിതം എന്നുണ്ട്. അതായത് എന്താണ്? ലിഖിത ഭരണഘടനയും അലിഖിത ഭരണഘടനയും. അടുത്തത് മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ ദൃഢമായതും അയവുള്ളതും. ഓക്കെ, മാറ്റം വരുത്താൻ എന്താണ്? വളരെ ബുദ്ധിമുട്ടുള്ളതും അതുപോലെ എന്താണ്? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പ്രക്രിയയാണ് കേട്ടോ. ദൃഢമായതും അയവുള്ളതും. ഇനി രൂപം കൊണ്ട രീതി നടപ്പിലാക്കിയതും അല്ലെങ്കിൽ പരിണമിച്ചുണ്ടായതും. പരമ്പരാഗതമായിട്ട് പരിണമിച്ചുണ്ടായതാണ്. രൂപം കൊണ്ട രീതി രണ്ട് വിധത്തിൽ നമ്മൾ പറഞ്ഞു, നടപ്പിലാക്കിയതും പരിണമിച്ചു കേട്ടോ. ലിഖിതം. ഇനി ഓരോന്നും അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിഖിതം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന. ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ അല്ലെ USA ഐക്യനാടുകളൊക്കെ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് കേട്ടോ. ഇനി അലിഖിതം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമായ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന. യുണൈറ്റഡ് കിങ്ഡം, UK-യുടെയും ന്യൂസിലാൻഡിന്റെയും ഒക്കെ ഭരണഘടന അലിഖിത ഭരണഘടനയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെ രാജ്യങ്ങളാണ് നോക്കണേ? ഇന്ത്യക്കും അമേരിക്കക്കും ലിഖിത ഭരണഘടനയാണ്. എന്നാൽ UK-ക്കും ന്യൂസിലാൻഡിനും ഒക്കെ അലിഖിത ഭരണഘടനയാണ്. അടുത്തത്
ദൃഢമായത് മാറ്റം വരുത്തുന്നതിന് കർക്കശമായ നടപടികൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ദൃഢമായത്. അതായത് മാറ്റം വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ട് ഏറിയ പ്രോസസ്സ് ആണുള്ളത്. അതായത് അമേരിക്കൻ ഐക്യനാടുകളും ഓസ്ട്രേലിയയിലും ഒക്കെ അങ്ങനെയുള്ള ഭരണഘടന ആണ് കേട്ടോ. ഭേദഗതി ചെയ്യാൻ കുറച്ച് ടഫ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അയവുള്ളത് എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടനയാണ് കേട്ടോ. ഭേദഗതി വരുത്താൻ എന്താണ് എളുപ്പത്തിൽ ഭേദഗതി വരുത്താവുന്നതാണ്. യു കെയുടേതും ന്യൂസിലാൻഡിന്റേതും ഒക്കെ എന്താണ് എളുപ്പത്തിൽ നമുക്ക് അതിൽ ഭേദഗതി വരുത്താവുന്നതാണ് കേട്ടോ. അപ്പൊ അലിഖിത ഭരണഘടനയാണ് യു കെയിലെയും ന്യൂസിലാൻഡിന്റെയും. അതുപോലെ എന്താണ് എളുപ്പത്തിൽ ഭേദഗതി വരുത്താവുന്നതുമാണ്. ഓക്കെ, എന്നാൽ അമേരിക്കയിലേത് ലിഖിത ഭരണഘടനയാണ്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാറ്റം വരുത്തുക എന്നുള്ളത് എന്താണ് ദൃഢമായ പ്രക്രിയയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നടപ്പിലാക്കിയത് എങ്ങനെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിന്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് അമേരിക്കൻ ഐക്യനാടുകളിലെയും ഇന്ത്യയിലൊക്കെ ഭരണഘടന നടപ്പിലാക്കിയതാണ് അല്ലെ. ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച് എന്താണ് ആ ഒരു രൂപീകരണത്തിന് ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടനയാണ് നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകളിലെയും ഇന്ത്യയുടേതൊക്കെ. എന്നാൽ പരിണമിച്ചത് എന്താന്ന് നോക്കാം. ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടനയാണ് പരിണമിച്ചത് എന്ന് പറയാൻ പറ്റുക. അതായത് ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായിട്ട്, അതായത് കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ കരാറുകൾ എന്താണ് പിന്നീട് പരിണമിച്ചുണ്ടായത്, അല്ലെങ്കിൽ വിധിന്യായങ്ങള്, നിയമങ്ങള്, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. യു കെയിലെയും കാനഡയിലും ഒക്കെ പരിണമിച്ചുണ്ടായിട്ടുള്ള ഭരണഘടനയാണ് കേട്ടോ. അപ്പോൾ ലിഖിത ഭരണഘടന രാജ്യങ്ങൾ നോക്കാം. ഇന്ത്യ, അമേരിക്ക എന്താണ് ലിഖിത ഭരണഘടനയാണ്. അലിഖിത ഭരണ യുണൈറ്റഡ് കിങ്ഡത്തിനും ന്യൂസിലാൻഡിനും ഒക്കെ കേട്ടോ. ഇനി ദൃഢമായ ഭരണഘടനയാണ് അമേരിക്കൻ ഐക്യനാടുകളെയും ഓസ്ട്രേലിയയുടേതും. എന്നാൽ അയവുള്ളതാണ് യു കെയുടേതും ന്യൂസിലാൻഡിന്റേതും. പിന്നെ നടപ്പിലാക്കിയതാണ് അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ നടപ്പിലാക്കിയതാണ് യു കെയിലെയും കാനഡയിലും ഒക്കെ പരിണമിച്ചുണ്ടായ ഭരണഘടനയാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അതേ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് എഴുതാനാണ് പറഞ്ഞത്. പാഠഭാഗത്ത് ഉദാഹരണമായി നൽകിയിട്ടുള്ള രാജ്യങ്ങളെ ഭരണഘടന സവിശേഷതകൾ അനുസരിച്ച് പട്ടികയിൽ ക്രമീകരിക്കാനാണ്. ഇനി പലതരം ഭരണഘടനകളെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഭരണഘടനയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം എന്നാണ് കേട്ടോ. ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം. ഭരണഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളാണ് കേട്ടോ. സമഗ്രത വേണം, സംക്ഷിപ്തത വേണം, വ്യക്തത വേണം, ചലനാത്മകത വേണം, അതുപോലെ അനുയോജ്യതയും വേണം കേട്ടോ. ഇത് ഓരോന്നും എന്തൊക്കെയാന്ന് നോക്കട്ടോ. എന്താണ് സമഗ്രത? ഗവൺമെന്റിന്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം. അപ്പൊ ഭരണഘടനയില് ഗവൺമെന്റിന്റെ അധികാരങ്ങളെ പറ്റിയും പൗരരുടെ അവകാശങ്ങളെ പറ്റിയും കടമകളെ പറ്റിയും എന്താ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരിക്കണം. ഇനി സംക്ഷിപ്തത, ആവശ്യങ്ങൾ, വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. ആവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം നമ്മുടെ ഈ ഒരു ഭരണഘടന. വ്യക്തത, ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. ചലനാത്മകത എന്താണ്? മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയണം. ഓക്കെ, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായി മാറ്റം വരുത്താൻ കഴിയുന്നതായിരിക്കണം എന്നാണ്. അടുത്തത് അനുയോജ്യത, ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം. അപ്പൊ എന്തൊക്കെ? സമഗ്രത, സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അതുപോലെ അനുയോജ്യത. ഇത്രയും ഒരു ഭരണഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി ഭരണഘടനാ വ്യവസ്ഥ. ഭരണഘടനയുടെ പൊതു സവിശേഷതകൾ നാം പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. ഇനി ഇവിടെ ഒരു ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അല്ലേ കൊടുത്തിട്ടുള്ളത്. എന്താ പറയുന്നത് ടീച്ചർ? മനു ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടല്ലോ, ഇനി ഇത് ആവർത്തിക്കരുത്. ക്ഷമിക്കണം ടീച്ചർ. മനു എന്താ പറയുന്നത്? ക്ഷമിക്കണം ടീച്ചർ, സൈക്കിൾ ഓടിക്കുന്നവർ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? ടീച്ചർ, എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സാധാരണക്കാർക്ക് മാത്രമല്ല ഭരണാധികാരികൾക്കും ബാധകമാണ്. ഈ ഒരു സംഭാഷണത്തിൽ എന്താ? ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നും തിരിച്ചറിഞ്ഞല്ലോ. വ്യക്തികൾക്കുമേൽ നിയമങ്ങളുടെ നിയന്ത്രണങ്ങളും ഉള്ളതുപോലെ അധികാരികൾക്കുമേലും
ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഭരണഘടനാ വ്യവസ്ഥ ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുക. ഓക്കെ, പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ. ഇനി അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയും ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെ വിന്യാസം എന്നാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. സാധാരണ നിയമങ്ങൾ എന്നും ഭരണഘടനാ നിയമങ്ങൾ എന്നും എന്താണ് രണ്ടായിട്ട് അദ്ദേഹം തിരിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നിയമങ്ങൾ എന്നും ഭരണഘടനാ നിയമങ്ങൾ എന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയാണ് പറയുന്നത്. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെ കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നാണ് ഭരണഘടനയെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം എന്തായിരുന്നു? ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം. സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. താഴെ പറയുന്നതിൽ ഭരണഘടനാ വ്യവസ്ഥയോട് യോജിക്കുന്ന പ്രസ്താവനകൾക്ക് നേരെ നിറം നൽകാനാണ്. ഭരണഘടനയുടെ ഭരണാധികാരികളുടെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നുണ്ട് അല്ലെ. ഇനി പൗരരുടെ അവകാശങ്ങളെ പറ്റിയും നിർവചിക്കുന്നുണ്ട്. സ്വേച്ഛാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇല്ല, തെറ്റാണ് അല്ലെ. അവിടെ കളർ നൽകേണ്ടതല്ല. ഭരിക്കുന്നവർക്ക് പരിധിയില്ലാത്ത അധികാരങ്ങൾ നൽകുന്നുണ്ടോ? ഇല്ല. ഇനി നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നു. സുദീർഘമായ നിരവധി പ്രക്രിയകളുടെ ഫലമായിട്ടാണ് ഓരോ രാജ്യത്തിന്റെയും ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ചരിത്രവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത് എങ്ങനെയെന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയാ പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ എന്താണ്? ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ ശപഥം അഥവാ പ്രതിജ്ഞ എന്താണ്? ഖ ഖ ആയനാൻ. ഖ എന്ന് ഉദ്ദേശിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് കേട്ടോ. ഓക്കെ, രാഷ്ട്രപതിയുടെ പേരാണ്. ഖ എന്നതുകൊണ്ട് വ്യക്തി വഹിക്കാൻ പോകുന്ന പദവി, അതായത് രാഷ്ട്രപതി എന്ന പദവി, അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോ ആയനാൻ വിശ്വസ്തയോടെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കും എന്നും എന്റെ കഴിവിന്റെ പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും രക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും അതുപോലെ ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കൈവരുത്തുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രാഷ്ട്രപതി ആയിട്ടുള്ള, അതായത് രാഷ്ട്രപതിയുടെ പേരാണ്. പിന്നെന്താണ്? രാഷ്ട്രപതി ആയ ഞാൻ വിശ്വസ്തയോടെ ഭാരതത്തിന്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കും, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കും എന്നും എന്റെ കഴിവിന്റെ പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും രക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കൈവരുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് കേട്ടോ. രാഷ്ട്രപതിയുടെ പ്രതിജ്ഞ ആണ്. ഇനി രാഷ്ട്രപതിയുടെ പ്രതിജ്ഞാ വാചകം ശ്രദ്ധിക്കൂ. നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടന ഇന്ത്യയുടേതാണ്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായിട്ടുള്ള ഭരണഘടന ഇന്ത്യയുടേതാണ് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ ഇന്ത്യയുടേതാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ, സ്വതന്ത്ര സമര പ്രസ്ഥാനങ്ങൾ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ക്യാബിനറ്റ് മിഷൻ, ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി C 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ
അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനികളുടെ കൈകളിലായി. 1600-കളിലാണ് കേട്ടോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഇപ്പൊ അവര് കച്ചവടത്തിനായിട്ട് വന്നതായിരുന്നു അല്ലെ. പിന്നീട് ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കൈകളിലായി. ഓക്കെ, അടുത്തത് എന്താണ്? 1887-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാ പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരം, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരം എന്താണെന്ന് വെച്ചാൽ 1887-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുന്നതിന് കാരണമായത് ഏതാ? ഈ ഒരു 1887-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. നേരിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളാണ് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണിത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ. അപ്പൊ എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളില് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളില് ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ. ഓക്കെ, അടുത്തത് സ്വതന്ത്ര സമര പ്രസ്ഥാനങ്ങളാണ് കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പൊ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇനി എന്താണ്? ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളാണ് കേട്ടോ. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. എന്താണ്? ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം വരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണിത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി ക്യാബിനറ്റ് മിഷൻ എന്താണ്? ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതിനനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946-ൽ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണാധികാരം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഈ ഒരു ഇന്ത്യയിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് എന്താണ്? ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946-ൽ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ചാണ് പറയുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ കേട്ടോ. അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ചെയർമാൻ ആയുള്ള ഏത് കമ്മിറ്റിയുടെ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഓക്കെ, ഇവരാണ് എന്ത്? ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. ഓക്കെ, ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത് ആരാണ്? പിന്നെ നമ്മുടെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. ഇതിന്റെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഇനി എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26-ന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഓക്കെ, അപ്പൊ അംഗീകാരം നൽകിയത് എന്നാണ്? നവംബർ 26-നാണ് കേട്ടോ. ഭരണഘടനാ ദിനം എന്നാണ്. ഓക്കെ, 1949 നവംബർ 26-നാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26-നാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നു. അപ്പൊ നവംബർ 26-ആണ് കേട്ടോ ഭരണഘടനാ ദിനം. ഓക്കെ, അപ്പൊ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. നമുക്കറിയാം നമ്മൾ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ് അല്ലെ.
അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നു. അപ്പൊ അന്ന് മുതലാണ് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നത്. അപ്പൊ എപ്പോ മുതലാണ്? 1950 ജനുവരി 26 മുതൽ. ഓക്കെ. ഇനി ക്യാബിനറ്റ് മിഷനെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഒരു മൂന്നംഗ സമിതിയായിരുന്നു കേട്ടോ. ഓക്കെ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ. ഓക്കെ. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ. ഓക്കെ. ക്യാബിനറ്റ് മിഷൻ ആണ് പറയുന്നത്. എന്തായിരുന്നു? ഒരു മൂന്നംഗ സമിതിയായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായിട്ടൊക്കെ അവര് ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ഈ ഒരു ക്യാബിനറ്റ് മിഷൻ അംഗീകരിക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയാണ്. ഇനി എന്താണ്? ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്? ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് ഓപ്ഷനിലുണ്ടായിരുന്നു ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് കേട്ടോ. ഭാരതത്തിലെ ജനങ്ങളായ നാം. ഓക്കെ. എങ്ങനെയാ തുടങ്ങുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇതിലെ പൗരന്മാർക്കെല്ലാം. അപ്പൊ ഇവിടെ ഈ പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് കേട്ടോ. ഇതില് ഏതെങ്കിലും ഒരു വേർഡ് ചിലപ്പോൾ മാറ്റി തന്നിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കണേ. അതുപോലെ സംവിധാനം ചെയ്യുവാനും ഇതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും അതായത് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. ഇതിൽ പറഞ്ഞ ഓക്കെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് ഏതാന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? 1949 നവംബർ 26 കേട്ടോ. ഓക്കെ. ഇനി ഇവിടെ നോക്കാം. ഭരണഘടനയുടെ ആമുഖം പരിശോധിക്കൂ. ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ് കേട്ടോ. അപ്പൊ ഭരണഘടനയുടെ ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് എന്താ? അത് ആമുഖത്തിലാണ് കേട്ടോ. സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന. രാഷ്ട്രത്തിന്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. രാഷ്ട്രത്തിന്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? രാഷ്ട്രത്തിന്റെ സ്വഭാവം കേട്ടോ, ഭരണഘടനയുടെ ലക്ഷ്യങ്ങള്, ഇനി എന്താണ്? ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി. ഇതിങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. രാഷ്ട്രത്തിന്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. എന്തൊക്കെ? ഒന്ന് പരമാധികാരമുണ്ട്, മതേതരത്വം, സ്ഥിതി സമത്വം, ജനാധിപത്യ റിപ്പബ്ലിക്. അല്ലെ? ഈ ഒരു ഓർഡറിലാണ് കേട്ടോ. ഓക്കെ. പരമാധികാര, സ്ഥിതി സമത്വം, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ. പസോമജെറി എന്ന് പഠിക്കട്ടോ. പസോമജെറി പണ്ടേ ഉള്ളൊരു എന്താണ് വേർഡാണ് പസോമജെറി. ഈ ഒരു ഇതേ ഓർഡർ പഠിക്കണം കേട്ടോ. പസോമജെറി. അപ്പൊ എന്താണ്? പരമാധികാര, സ്ഥിതി സമത്വം, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ. ഇനി ഇത് ഓരോന്നും. പരമാധികാരം എന്താ? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറഞ്ഞ കേട്ടോ. അതായത് മറ്റുള്ളവരുടെ ഇടപെടലുകൾക്കോ അതുപോലെ സമ്മർദ്ദങ്ങൾക്കോ ഒന്നും വിധേയമാകാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു രാഷ്ട്രത്തിന്റെ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഇനി സ്ഥിതി സമത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യ പദവിയും
അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാമൂഹ്യ നീതി നിലനിർത്തുന്നതാണ് സ്ഥിതി സമത്വം. മതേതരത്വം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോട് വിവേചനം കാണിക്കുകയില്ല എന്നാട്ടോ. ജനാധിപത്യം എന്താണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാകുക ചെയ്യുന്നതാണ് ജനാധിപത്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാകുന്നു. അടുത്തത് റിപ്പബ്ലിക് കേട്ടോ. എന്താ റിപ്പബ്ലിക്? തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക് കേട്ടോ. എന്താണ്? തിരഞ്ഞെടുപ്പിലൂടെ തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി രാഷ്ട്രത്തലവനായ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് രാഷ്ട്രത്തലവൻ കേട്ടോ. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായ, അതായത് രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ചോദിക്കാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആവാട്ടോ. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം തിരഞ്ഞെടുപ്പിലൂടെ തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക് കേട്ടോ. ഇനി രാഷ്ട്രം പൗരർക്ക് ഉറപ്പു നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെ പറയുന്നുണ്ട്? രാഷ്ട്രം പൗരർക്ക് ഉറപ്പു നൽകുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിനും ആമുഖം ലക്ഷ്യം വെക്കുന്നു. ഇപ്പൊ രാഷ്ട്രത്തിന്റെ, അതായത് എന്താണ്, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിനും ആമുഖം ലക്ഷ്യം വെക്കുന്നു. ഇനി ഇവിടെ എന്താണ്? ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഏതെല്ലാം ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു? എന്താണ്? രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. നമുക്കറിയാം മതേതരത്വമാണ് അല്ലെ. മതേതരത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ഔദ്യോഗിക മതമില്ല, മതേതരത്വം. ജനങ്ങൾ പരമാധികാരികൾ. എന്തായിരുന്നു? ജനാധിപത്യം. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതായിരുന്നു? നമുക്കറിയാം, ഇത് റിപ്പബ്ലിക് ആണ് അല്ലെ. റിപ്പബ്ലിക് ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരത്തെ പരമാധികാരം എന്ന് പറയല്ലേ. പരമാധികാരം. അസമത്വങ്ങൾ കുറിച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നത് സ്ഥിതി സമത്വം. ഓക്കെ. ഇനി മനുഷ്യ സമൂഹത്തിന്റെ വികാസ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനകൾ ആധുനിക കാലഘട്ടത്തിന്റെ ഉൽപ്പന്നമായാണ് കണക്കാക്കപ്പെടുന്നത്. ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും സുശക്തമായ ഭരണഘടന അനിവാര്യമാണ്. രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ധർമ്മം. എന്താ ഭരണഘടനയുടെ ധർമ്മം പറഞ്ഞിട്ടുള്ളത്? രാഷ്ട്ര നിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ധർമ്മം. ഭരണഘടന കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭരണഘടനയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ ആമുഖവും. ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നവയാണ് ആമുഖങ്ങൾ കേട്ടോ. അപ്പൊ ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നവയാണ് ആമുഖങ്ങൾ. അപ്പൊ ഭരണഘടനയുടെ ലക്ഷ്യം എന്താന്ന് നമ്മുടെ ആമുഖത്തിലാണല്ലേ പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം നമ്മുടെ ഭരണഘടനയുടെ ആത്മസത്തയായ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. രൂപപ്പെട്ട് നിരവധി സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും അതേ കരുത്തോടെ ഇന്നും നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതയായി വിലയിരുത്താം. ഓക്കെ. അപ്പോ ഒരുപാട് പഠിക്കാനുള്ള പോയിന്റ്സ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഭരണഘടനയെ പറ്റിയാണ് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് എത്തിയ കാര്യങ്ങളും അതുപോലെ പിന്നെന്താണ് ഭരണഘടനയുടെ ലക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെക്കട്ടോ. നോട്ട് ചെയ്ത് പഠിക്കാം.
അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.